മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജിക്കെതിരായ +2 കോഴക്കേസിൽ സംസ്ഥാന സർക്കാരിനും ഇഡിക്കും തിരിച്ചടി. സർക്കാരും ഇഡിയും നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. കോഴക്കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെയാണ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. കെ.എം. ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടതായി മൊഴിയില്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അത്തരത്തിലുള്ള ഒരു മൊഴിയെങ്കിലും കാട്ടിത്തരാമോ എന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകരോട് കോടതി ആവശ്യപ്പെട്ടു. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പണം ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള മൊഴികളല്ല വേണ്ടതെന്നും കോടതി പറഞ്ഞു. എന്നാൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും വിചാരണ കോടതിയാണ് ഷാജി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടതെന്നും സർക്കാർ വാദിച്ചു. ഈ ആവശ്യം അംഗീകരിച്ചാൽ രാഷ്ട്രീയക്കാർക്കെതിരെ ബാലിശമായ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ സർക്കാരുകൾക്ക് അനുമതി നൽകുന്നതിന് തുല്യമാകുമെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ ഇതുവരെ വിജിലൻസ് രേഖപ്പെടുത്തിയ 54 പേരുടെയും മൊഴികൾ പരിശോധിച്ച ശേഷമാണ് ഹർജി തള്ളിയത്. സുപ്രീം കോടതി ചോദിച്ച വലിയൊരു പ്രസക്തമായിട്ട് ചോദ്യമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു രാഷ്ട്രീയക്കാരനെയും ഈ ചെറിയ ബാലിശമായിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, ഇത് എന്ത് തരം കേസാണ് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. കാരണം അവരിപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകൾ കണ്ട് എക്സ്പീരിയൻസ് ഉള്ള ജഡ്ജിമാരാണ്. അവർ ഇങ്ങനത്തെ ഒരു കേസ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവരുടെ പരാമർശത്തിൽ നിന്ന് തന്നെ വ്യക്തമായത്. കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഷാജിക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെയാണ് ഇഡി ഹർജി നൽകിയത്. ഇതും കോടതി തള്ളി. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി കേസിലെ മൊഴികളും മാറ്റിപ്പറഞ്ഞ മൊഴികളും ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇവ കഴിഞ്ഞ ദിവസം സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു. 2014 അഴീക്കോട് സ്കൂളിൽ +2 ബാച്ച് അനുവദിക്കാൻ കെ.എം. ഷാജി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിലാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് തനിക്കെതിരെ വിജിലൻസ് കേസെടുത്തതെന്നായിരുന്നു കെ.എം. ഷാജിയുടെ വാദം. ന്യൂസ് ഡെസ്ക്, അമൃത TV.